ഇനി നമ്മുടെ നേമത്തെ LDF സ്ഥാനാർത്ഥി നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായ വി ശിവൻകുട്ടി തിരുവനന്തപുരം തത്സമയം ചേരുകയാണ്. നമസ്കാരം. പ്രചാരണ പരിപാടികളൊക്കെ നന്നായി പോകുന്നുവെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയാണ് കാര്യങ്ങൾ? നേമത്ത് നല്ല ചൂടാണ്, അകത്തും പുറത്തും ഒരുപോലെ എന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ നേമത്ത് നല്ല മത്സരമാണ് നടക്കുന്നത്. അത് ഞാൻ കഴിഞ്ഞ മൂന്ന് പ്രാവശ്യമായിട്ട് മത്സരിക്കുകയും ജയിക്കുകയും ഒരു പ്രാവശ്യം തോൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് ജനങ്ങളുമായിട്ട് ഒരു ബന്ധമുണ്ട്, നാട്ടുകാർക്ക് എന്നെ അറിയാം, അവരെ എനിക്കും അറിയാം. അങ്ങനെ ഒരു ഗുണം നമുക്ക് ഈ കാര്യത്തിൽ ഉണ്ട്. പിന്നെ അവിടെ ഈ കഴിഞ്ഞ 5 വർഷക്കാലമായി ഞാൻ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുണ്ട്. അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആത്മവിശ്വാസത്തോടു കൂടി തന്നെ അവരടുത്ത് പോകുന്നതിന് വേണ്ടിയുള്ള സാഹചര്യമുണ്ട്. ഒരു അപകർഷാബോധത്തിൻ്റെ പ്രശ്നമില്ല, അയ്യോ ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്നുള്ള പ്രശ്നമില്ല. ഏതാണ്ട് 1000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നേമത്ത് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒ രാജഗോപാൽ ബഹുമാനപ്പെട്ട അദ്ദേഹം MLA ആയിരുന്ന അവസരത്തിൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രായവും അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റിയൊക്കെ വെച്ച് നമ്മൾ വിമർശനമൊന്നും ഉന്നയിക്കാൻ വേണ്ടി പോകുന്നില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പായപ്പോൾ എൻ്റെ എതിർ സ്ഥാനാർത്ഥി ആയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹം ഒരു വെല്ലുവിളി നടത്തിയായിരുന്നു. ഈ ഒരു വികസനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ച നമുക്കാവാം എന്ന് പറഞ്ഞിരുന്നു. ഞാനൊരു ചർച്ചയ്ക്ക് വേണ്ടി സമയം നിശ്ചയിച്ചു, സ്ഥലവും നിശ്ചയിച്ചു, അദ്ദേഹത്തിനോട് പറയുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഞാൻ പറഞ്ഞു, അദ്ദേഹം ഒരു കാര്യം ചെയ്യട്ടെ, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സമയം ചെയ്യിക്കട്ടെ, നമുക്ക് ചർച്ചയാവാം, ചർച്ച നല്ലതാണല്ലോ നമ്മുടെ വികസന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് രണ്ടാമത് അദ്ദേഹം അന്വേഷിച്ചപ്പോൾ ആ ചർച്ച അദ്ദേഹത്തിന് ഒരുപാട് ദോഷം ചെയ്യുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ചർച്ച ചെയ്തിപ്പോൾ മാറി നിൽക്കുന്നത്. ഈ പര്യടന പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നേമത്തെ ഒരു ഏറ്റവും വിവാദം ഉണ്ടാക്കുന്ന ശ്രീ ശിവൻകുട്ടി, ഒരു കാര്യം, സ്ഥാനാർത്ഥി എന്നല്ല നിങ്ങൾ SDPIയുടെ പിന്തുണ ആവശ്യപ്പെടുന്നു. കാര്യം നേമത്തെ SDPI LDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ സ്ഥാനാർത്ഥിയാണ്, ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്. ഞങ്ങൾക്കൊരു പ്രകടന പത്രിക ഉണ്ടാവും. എന്ന് മാത്രമല്ല, ഒരു മതേതരത്വ ജനാധിപത്യ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ സ്ഥാനാർത്ഥികൾ ഇന്ന ആൾക്കാരുടെ വോട്ട് വേണ്ട എന്നൊന്നും പറയാറില്ല. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആര് വോട്ട് ചെയ്താലും വോട്ട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരെഴുതിയിട്ട് ഇപ്പോൾ ശ്രീകണ്ഠൻ നായർ ഇന്ന പാർട്ടി എന്നെഴുതിയിട്ടല്ല വോട്ടേഴ്സ് ലിസ്റ്റ് വരുന്നത്. അപ്പോൾ ഞാൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഞാൻ എടുത്തിട്ടുള്ള നിലപാടുകൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആര് വോട്ട് ചെയ്താലും ആ വോട്ട് വേണ്ടെന്ന് പറയേണ്ട കാര്യമില്ല. ജനാധിപത്യ സംവിധാനത്തിൽ നിങ്ങളെനിക്ക് വോട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞതിന് തെറ്റാണ്. ഈ SDPIയുടെ പിന്തുണ അങ്ങനെ ഉണ്ടായാൽ ഈ നിയമം പോലെ ഒരു മണ്ഡലത്തിൽ ഒരു സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാൻ അത് കാരണമാകും എന്ന് താങ്കൾ ഭയപ്പെടുന്നുണ്ടോ? അല്ല, ഇവിടെ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. ഇവിടെ ഒരു വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ പോവുകയാണ്. ഒരു സാമുദായികപരമായ സംഘർഷങ്ങളോ ധ്രുവീകരണങ്ങളോ ഒന്നും ഉണ്ടാകാനൊന്നും ഒരു സാധ്യതയില്ല. ഇവിടെ ഒരു വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ നമ്മളായിട്ട് ഇനി ഒരു സംഘർഷം ഉണ്ടാകാൻ പോകാതിരുന്നാൽ മതിയാവും. ഇവിടെ ഏത് തെരഞ്ഞെടുപ്പിലായിരുന്നാലും ഏത് സ്ഥാനാർത്ഥിയായിരുന്നാലും എനിക്ക് ഇന്ന ആൾക്കാരുടെ വോട്ട് മാത്രം മതി എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഇപ്പം നമ്മളിപ്പോൾ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ആദ്യം ഇറക്കുന്നത് ഒരു അഭ്യർത്ഥനയാണ്, സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥന. ഇന്ന കാര്യങ്ങൾ കൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ ബ്രാക്കറ്റ് ഇട്ടിട്ട് എഴുതാൻ വേണ്ടി പറ്റുമോ? ഇന്ന ആൾക്കാരുടെ വോട്ട് എനിക്ക് വേണ്ടെന്ന് എഴുതാൻ വേണ്ടി പറ്റുമോ? അത് ജനാധിപത്യ പ്രക്രിയയിൽ അങ്ങനെ ചെയ്യുന്ന ഒട്ടും ശരിയല്ല, അതങ്ങനെ ഉണ്ടാവാറുമില്ല. ഇത് വികസന പ്രവർത്തനങ്ങളെ ചർച്ച ചെയ്യുന്നതിന് പകരം ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവം ചില മാധ്യമങ്ങൾ കൊണ്ടുവരുന്ന ചർച്ചയാണ്. കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം എന്താ? കഴിഞ്ഞ 10 വർഷക്കാലമായിട്ടുള്ള പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, LDF ഇറക്കിയിട്ടുള്ള പ്രകടന പത്രിക, ആ പ്രകടന പത്രിക പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തില്ലയോ?
കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിക്കുന്ന അവഗണന ഈ 10 വർഷക്കാലമായി ഏതെങ്കിലും മന്ത്രിമാർക്കെതിരായിട്ട് അഴിമതി ആരോപണം ഉന്നയിക്കപ്പെടുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ? നടക്കില്ലെന്ന് പ്രഖ്യാപിച്ച പല കാര്യങ്ങളും നടന്നില്ലേ? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തികമായി കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ ഞെരുക്കുന്ന അവസരത്തിലും ഒരു ദിവസം പോലും ട്രഷറി പൂട്ടാതെ കാര്യങ്ങൾ നന്നായി നടന്നു പോയില്ലേ? ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്താൽ UDF BJPയും ചർച്ചയിലൂടെ തന്നെ പരാജയപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ അതിന് പകരം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് കൊണ്ടുവരികയാണ്. അതല്ല ചർച്ച ചെയ്യേണ്ടത്. യഥാർത്ഥ ചർച്ച ചെയ്യേണ്ട ഈ വിഷയങ്ങളാണ്. ആര് വോട്ട് ചെയ്യണം, ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അത് രഹസ്യ സ്വഭാവത്തിലല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.